ഏറ്റവും നല്ല അടിപൊളി പ്രോട്ടീൻ ഞാൻ വാങ്ങിച്ചു. വൺ സൈസിൻ്റെ ISO ഗോൾഡ്. ഒരു രക്ഷയില്ല. നമ്മുടെ ഒപ്റ്റി ന്യൂട്രീഷനേക്കാളും വമ്പ സാധനമാണ്. ഇതിൻ്റെ പ്രോട്ടീൻ ഒരു സ്കോപ്പ് വഴി 27 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. L-ബ്യൂട്ടമിൻ 5.3 കിട്ടുന്നുണ്ട്. BCAA 6.4 ഗ്രാം കിട്ടുന്നുണ്ട്. അയ്യോ, ഒപ്റ്റി ന്യൂട്രീഷൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് വേ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇതിന് ഒരു സ്കോപ്പ് വഴി 24 ഗ്രാമേ കിട്ടുന്നുള്ളൂ. BCAA 5.5 കിട്ടുന്നുള്ളൂ. അവിടെ 27 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്. ഒപ്റ്റി ന്യൂട്രീഷനേക്കാളും ബെറ്റർ പ്രോട്ടീനാണിത്. ഇനി ഒറിജിനലാണോ ഫേക്ക് ആണോ എന്നെങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കാര്യമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ടിന്നിൻ്റെ മേളിലാണ് സ്റ്റിക്കർ വരുന്നത്. ഈ സ്റ്റിക്കർ മസിലോസ് ഇന്ത്യയുടെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതില്ലാത്ത സ്റ്റിക്കറാണെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കറാണെങ്കിൽ ഫേക്കാണ്. അപ്പോൾ ഇത് ഒറിജിനലാണ്. അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊട്ടിച്ച് നോക്കാം. അതിനിപ്പുറം എല്ലാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയാൽ മതി. എന്തോളം അടിപൊളിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റും ഹൈഡ്രോളൈസിൻ്റെയും കൂടെ ബ്ലെൻഡാണ്. ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ മിക്സ് കോമ്പിനേഷനാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഭയങ്കര റിസൾട്ട് ഫാസ്റ്റാണ് പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പം എൻ്റെ ബോഡി വെയ്റ്റ് 58 ഉണ്ട്. ഇനിയൊരു 56 7 എങ്കിലും അത്രയെങ്കിലും ആക്കിയെടുക്കണം. എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇത് വമ്പൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഒരു 6 മാസമായിട്ട് ജിമ്മിൽ പോകുന്നില്ല. ഗ്ലൂട്ടാമിനൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കൂടും, പിന്നെ ബോഡി വെളുക്കും നല്ല രീതിയിൽ. എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ്. ഞാൻ ടിന്നിൻ്റെ ഡപ്പ ഇങ്ങനെ വലിച്ച് അതിൻ്റെ മേളത്തെ പ്ലാസ്റ്റിക് കയറി എന്നിട്ട് ഇനിയും തുറക്കണം. എന്തോളം അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ടിന്ന് കണ്ട കഴിയുമ്പോഴത്തോളെ അറിയാൻ പറ്റും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ടിന്ന് വല്ലതും ആണെങ്കിൽ ഇത്രയും ക്വാളിറ്റി കാണത്തില്ല. മെയിനായിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ഇതുപോലെ കളിപ്പീര് നടക്കുന്നത് സപ്ലിമെൻറ്റിൻ്റെ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത്രയും ക്വാളിറ്റി കാണത്തില്ല. അപ്പോൾ കൂടുതലും ഇന്ത്യയിലോട്ടാണ് വെളിയിലത്തേക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തള്ളുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം വാങ്ങിക്കുമ്പോൾ നല്ല രീതി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇതിപ്പോൾ ഒറിജിനലാണിത്, കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പൊട്ടിച്ച് നോക്കട്ടെ. പൗഡറും കൂടെ. അത്യാവശ്യം നല്ല മണമുണ്ട്. ചോക്ലേറ്റാണ്. എന്താണ് നല്ല രസമാണ്. ഞാൻ വേറെ ബ്ലൂബെറി ട്രൈ ചെയ്യാനായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഫ്ലേവർ. പിന്നെ ചോക്ലേറ്റ് എടുക്കാമെന്ന് വെച്ചു. ഇതാണ് പൗഡർ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഭയങ്കര പൗഡറാണ്. സ്മൂത്തായിട്ടുള്ള പൗഡറാണ്. കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് നല്ല രീതി ഐസൊലേറ്റ് ആയിക്കൊണ്ട് അത്രയും പ്യുവർ ഫോം. ബ്ലെൻഡ് ആയിക്കൊണ്ട് പൊളിക്കും. സ്കൂപ്പ് തപ്പുവാണ്. അടിയിലെങ്ങാണ്ടുണ്ട് സാധനം. അത് അടിയിൽ കിടക്കുക. പിന്നെ സാധനം കൈ കിട്ടി. സ്കൂപ്പിൽ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു സ്കൂപ്പ് വെള്ളത്തിലോട്ട് ഇടാൻ പോവാണ്. ഇട്ട് കഴിയുമ്പോൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. വേ പ്രോട്ടീൻ അങ്ങനെയാണ് നോക്കുന്നത്. ഫാസ്റ്റ് ഗെയിനറും എല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് വേ പ്രോട്ടീൻ ക്വാളിറ്റിയാണ് ഈ കാണാൻ പറ്റുന്നത്. അതായത് അപ്പോൾ ആ സ്കൂപ്പിനെ നിന്ന് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പം അടിയിലോട്ട് ഡെപ്പോസിറ്റ് ആകുന്ന അളവ് കുറവാണ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതാണെങ്കിൽ ഒറ്റ അടിക്ക് അടിയിലോട്ട് അങ്ങ് പോവും, വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേരും. പക്ഷേ ഇത് ചേരുന്നില്ല. പതുക്കെയാണ് ഡെപ്പോസിറ്റ് ആകുന്നത്. അപ്പോൾ ഒറിജിനലാണ്. അപ്പോൾ ഇനിയും കുടിക്കാം. ഇത് ഇളക്കിയിട്ട്. ചോക്ലേറ്റാണ്. പിന്നെ ടേസ്റ്റ് കുറവായിരിക്കും മിക്കവാറും കാണത്തില്ല. എന്നുവെച്ചാൽ ഇത് അതുപോലെ പ്രീമിയം ക്വാളിറ്റീസ് ഉള്ള പ്രോട്ടീനാണ്. അതായത് മധുരം ഒന്നും ഒട്ടും ആഡ് ചെയ്യത്തില്ല വലുതായിട്ടൊന്നും. ചെറിയ രീതിയിൽ ഫ്ലേവർ ആഡ് ചെയ്യത്തുള്ളൂ. ഓവറായിട്ടൊന്നും ആഡ് ചെയ്യത്തില്ല. ഭയങ്കര ഡയറ്റൊക്കെ ചെയ്യാൻ അടിപൊളി പ്രോട്ടീനാണ്. വേറെ ലെവലാണ് ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം. ബോഡി ബിൽഡ് ചെയ്യുന്നവരെല്ലാം. അടിപൊളി. ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണം. ഇനിയും എന്താണ് ഇത് കുടിച്ച് നോക്കുമ്പോൾ അറിയാം. അടിപൊളിയായിരിക്കും മിക്കവാറും. ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുടിച്ച് നോക്കാൻ പോകണം എങ്ങനെ ആയിരിക്കുമെന്ന്, ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനിയും കുടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇതിനകത്ത് ടേസ്റ്റ് കുറവാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ചെറിയ രീതിയിലേ ഉള്ളൂ, കുടിക്കാവുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയാണ്. ഓവറായിട്ട് മധുരം ആഡ് ചെയ്തിട്ടില്ല, ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ക്വാളിറ്റി ഉണ്ട് നല്ലപോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് ആണെങ്കിൽ ചെറിയ ഫ്ലേവറേ ഉള്ളൂ. എന്താണ് അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു.
മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം. ഈ അടിപൊളി സാധനം, അയ്യോ മസ്റ്റായിട്ടും എല്ലാവരും വാങ്ങിച്ചിരിക്കണം. അടിപൊളിയാണ്, അയ്യോ പറയാതിരിക്കാൻ വയ്യ. ഡയറ്റൊക്കെ ചെയ്യാൻ പറ്റിയ പ്രോട്ടീൻ, അടിപൊളി. എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അപ്പം 6 മാസമായിട്ട് ജിമ്മിൽ പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരാഴ്ച പോയപ്പോൾ ഉള്ള ജസ്റ്റ് പമ്പായിട്ടുള്ള ഒരു ബോഡിയാണത്. എന്താണ് പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ലോസ് ആയിട്ടുണ്ട്, മസിൽ ലോസ് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോഴും നല്ല ബോഡിയൊക്കെ നല്ല സെറ്റാണ്, ഇപ്പോഴും ഫോമാണ്. ഇനിയും ജസ്റ്റ് പെട്ടെന്ന് ആക്കിയെടുക്കാനും എളുപ്പമാണ്. 2 രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യാൻ പോകുന്നത്, ബോഡി ട്രാൻസ്ഫോർമേഷൻ. ഒന്ന് ഹാഫ് ബൾക്കിങ്, പിന്നെ ലീൻ ബോഡി ആക്കിയിട്ട് മസിൽ മാസ് മാത്രമായിട്ടും ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനാണ് പ്ലാന്. അതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ മാസ്റ്റർബേഷനും കാര്യങ്ങളൊക്കെ നിർത്താൻ പോവാണ്, ഈ ട്രാൻസ്ഫോർമേഷന് ശേഷമേ ഉള്ളൂ. എന്തുകൊണ്ട് 1 മാസത്തേക്കിന് ഇനി വമ്പം വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം പഴയ രീതിയിലെല്ലാം സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കണം, പഴയ രീതിയേക്കാളും അടിപൊളിയാക്കിയെടുക്കണം. എന്തുകൊണ്ടും പൊളിയാണ്, ഇപ്പം തന്നെ അത്യാവശ്യം ഫോം ആയിട്ടുണ്ട്. ഐസൊലേറ്റിൻ്റെ ഹൈഡ്രോലൈസിൻ്റെയും കൂടെ മിക്സ് ആയിക്കൊണ്ട് അടിപൊളിയാണ്, പെട്ടെന്നായിരിക്കും ട്രാൻസ്ഫോർമേഷൻ. എന്താണേലും ഇതിൻ്റെ കൂടെ അടിപൊളി ഡയറ്റ് പ്ലാനും കൂടെ ഉണ്ട്, അത് മെമ്പർഷിപ്പ് എടുത്തവർക്കേ കാണാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടും അതും കൂടെ ആകുമ്പോൾ പൊളിക്കും മിക്കവാറും. അതായത് ചില കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരൊന്നും വീഡിയോ ഇട്ട് കണ്ടിട്ടില്ല, അതുപോലത്തെ ഡയറ്റാണ്, ആരും ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ബൾക്കിങ്ങും ലീൻ മസിൽ മാസ് ബിൽഡ് ചെയ്യുകയും കൂടെയാണ്. 2 ട്രാൻസ്ഫോർമേഷനാണ് നടത്താൻ പോകുന്നത് 1 മാസം കൊണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ബിൽഡ് ചെയ്തെടുക്കും, അത് വേറെ കാര്യം. എന്തുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടുവെച്ചോ, ഇതാണ് എൻ്റെ ബോഡി. അതായത് ഒരാഴ്ച ജസ്റ്റ് പമ്പ് ചെയ്തെടുത്ത ബോഡി. ഇനി അടുത്ത മസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എത്ര വയസ്സ് വരെ മസിൽ ബിൽഡിങ് നാച്ചുറലായിട്ട് പറ്റുമെന്ന്. അത് 30 വയസ്സ് വരെ പറ്റത്തുള്ളൂ, അതിനിപ്പുറം ഫിസിക്ക് ബിൽഡ് ചെയ്തെടുത്തോണം, അല്ലേ പറ്റത്തില്ല. പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ ബിൽഡ് ചെയ്തെടുത്ത ഫിസിക്ക് അത് പോകാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, അതേ ഉള്ളൂ പറ്റത്തുള്ളൂ. പിന്നുള്ള പരിപാടി സപ്ലിമെൻറ്റ് ക്രിയാറ്റിനൊക്കെ യൂസ് ചെയ്ത് ചെറിയ രീതി മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം, നല്ല രീതി. അത് ക്രിയാറ്റിൻ എടുത്തുകൊണ്ടേ ഇരിക്കണം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗുണം പോവും, ആ ഒരു പമ്പിങ് പോയി കിട്ടും. എന്താണ് ഇതിപ്പോൾ ക്രിയാറ്റിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് നാച്ചുറലി ഉള്ള ആ ഒരു മസിൽ മാസാണ്. എന്താണ് ക്രിയാറ്റിൻ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സൈസ് കയറും, എന്തുകൊണ്ട് നല്ല ഹെവി ആവും ഒന്നുകൂടെ. പക്ഷേ ഞാൻ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നില്ല, ഹെവി ട്രാൻസ്ഫോം വർക്കൗട്ടായി പോവും. ഇപ്പോൾ ഒന്നാമത് പനിയൊക്കെ പിടിച്ച് ടയേർഡാണ്, അപ്പോൾ ക്രിയാറ്റിനും കൂടെ എത്താൻ ഹെവി ആയിട്ട് ചെയ്യും, പിന്നെ അത് ബോഡിക്ക് ഒന്നുകൂടെ ഹെവി ട്രെയിനിങ് ആയി പോവും. അതുകൊണ്ട് ഞാൻ ക്രിയാറ്റിൻ എടുക്കുന്നില്ല. ഈ പ്രോട്ടീൻ കഴിക്കുന്നതോടുകൂടി 9 അമിനോ ആസിഡാണ് ഒരു ദിവസം തന്നെ കിട്ടുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് നോർമലായിട്ട് കിട്ടുന്നില്ല 9 അമിനോ ആസിഡ് ഒരു ദിവസം അങ്ങനെ. അപ്പോൾ ഇത് ചെല്ലുന്നതോടുകൂടി പവർ ആവും ഞാൻ, അയ്യോ. അങ്ങനെ 1 മാസം ആയിരിക്കുവാണ്, അടിപൊളി ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുത്തു. എന്താണ് മസിൽ മാസ് ബിൽഡ് ചെയ്തു, ഫാറ്റ് ഒന്നുകൂടെ കുറച്ച് ഞാൻ, അയ്യോ. ഷോൾഡറൊക്കെ താണ്ട് ഹെവി സൈസായി, ട്രാപ്സൊക്കെ താണ്ട് തെറിച്ച് നിൽക്കുന്നു, അയ്യോ. ഡെൽറ്റോ ഒക്കെ താണ്ട് ഷേപ്പായിട്ടുണ്ട്, ബൈസും ഷേപ്പ്, ട്രൈസ് നല്ല അടിപൊളി ഷേപ്പായിട്ടുണ്ട്. അതിൻ്റെ ട്രൈസെപ്സിൻ്റെ ഏതാണ്ട് ഫൈനൽ ഫോമിലോട്ടൊക്കെ വന്നിട്ടുണ്ട്, അയ്യോ. ഫാറ്റ് അതുപോലെ ലോസായി, അപ്പോൾ അപ്പം കൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്, അയ്യോ. ഇതുകൊണ്ട് ഇതുപോലെ ലോസ് ആകുമ്പോൾ ഷൈനിങ്ങും ഉണ്ട് ദേഹത്ത്. അതെങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ ഫാറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ മസിലിലോട്ട് ഇങ്ങനെ സ്കിന്ന് ടൈറ്റ് ആയി കഴിയുമ്പോഴാണ് ആ ഒരു ഷൈനിങ് കിട്ടുന്നത്. അത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഷൈനിങ് ആണ്. എൻ്റെ നാച്ചുറൽ അല്ലാത്ത ബോഡി ബിൽഡേഴ്സിൻ്റെയൊക്കെ ഈ ഷൈനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റിയാണ്, പക്ഷേ അതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല, അവർ ലോങ് ടൈമിൽ നിൽക്കത്തുമില്ല. ഇതിപ്പോൾ നാച്ചുറലാണ് ഷൈനിങ്. ഇതോ വമ്പ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അയ്യോ. ഇപ്പം എൻ്റെ ബോഡി വെയ്റ്റ് 56 ബോഡി വെയ്റ്റ്. അതായത് ഈ 55 ആയി കഴിയുമ്പോഴാണ് എൻ്റെ കട്ടിങ്സ് കാണാൻ പറ്റുന്നത്, അതായത് ആപ്സ് വിസിബിൾ ആകുന്നത്. 4 പാക്ക് തൊട്ടാണ് വിസിബിൾ ആകുന്നത്. അപ്പോൾ ഞാനിത് ആ ഫൈനൽ ഫോമിലോട്ട് ആക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്തി ഫാറ്റ് വേണം ദേഹത്ത് ബോഡിയിൽ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 രീതിയിലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ജിമ്മിലും ചെയ്യുന്നുണ്ട്, വീട്ടിലും ചെയ്യുന്നുണ്ട്, രണ്ടും കൂടെയാണ്. അപ്പം ഹെൽത്തി ഫാറ്റ് ഇല്ലെങ്കിൽ താഴെ പോവും, പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഫാറ്റ് വേണം, നമുക്ക് ഊർജ്ജം വേണം. അപ്പോൾ 2 രീതിയിലും ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ ഫാറ്റ് കുറേ വേണം, പക്ഷേ ഹെൽത്തി ഫാറ്റ് ആയിരിക്കണം. അതായത് ജങ്ക് ഫുഡ് കഴിക്കാത്ത ആ ട്രാൻസ് ഫാറ്റ് ഒന്നും ദേഹത്ത് ഉണ്ടെങ്കിൽ പണി കിട്ടും. അത് നല്ല ഹെൽത്തി ബോഡി ആക്കി എടുത്തിട്ടുണ്ട്. ഓവറങ്ങ് ഫാറ്റ് ലോസും അല്ല, എന്നാൽ ഓവർ ബൾക്കിയും അല്ല, മസിൽ മാസ് മാത്രം നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹെൽത്തി ട്രാൻസ്ഫോർമേഷൻ. അതായത് ലീനുമാണ്, മസിൽ മാസും അത്യാവശ്യം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ചില എൻഹാൻസ്ഡ് ബോഡിക്കൊക്കെ എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഇരട്ടി മസിൽ മാസും വെയിനും ഭയങ്കര വെയിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിസിബിളാണ്. ഇതിപ്പോൾ നോർമൽ ആയിക്കൊണ്ടാണ് വെയിനൊന്നും അങ്ങനെ വിസിബിൾ ആകാത്തത്. നാച്ചുറൽ ആയിക്കൊണ്ട് ഇപ്പോൾ നാച്ചുറൽ അല്ലാത്ത ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് കുറയ്ക്കുമ്പോൾ അങ്ങ് വെയിൻ മൊത്തം അങ്ങ് വിസിബിളായി കാണിക്കും, ചവറ് പോലെ. അപ്പോൾ അത് ഫേക്കാണ്. ഇതിപ്പോൾ നാച്ചുറലാണ്. ഇതോടെ വമ്പൻ ബോഡിയല്ലേ. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഉണ്ടെങ്കിൽ ഇതോളം അടിപൊളിയാണ്. ഇനി അടിപൊളി വീഡിയോസൊക്കെ ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ്റെ വരും. ഇതോളം അടിപൊളിയാണ്. കണ്ട് മസിൽ ബൈസൊക്കെ കയറി വന്നിട്ടുണ്ട് സൈസൊക്കെ ആയിട്ട്. ബൈസപ്സ് ഇപ്പം ഞാൻ നല്ലപോലെ വെളുത്തിട്ടുണ്ട്. എൻ്റെ മുഖത്തെ കുരുക്കളൊക്കെ പോയിട്ടുണ്ട്. അതായത് ജങ്ക് ഫുഡും ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി. മൊത്തം സ്കിന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അത് വീഡിയോ കാണുമ്പോൾ പിടികിട്ടുന്നുണ്ട്. നേരത്തെ ഇച്ചിരി കളർ കുറവായിരുന്നു, അത് ജങ്ക് ഫുഡൊക്കെ കഴിച്ച്. തോന്നുന്നു നല്ല ട്രൈസപ്സൊക്കെ നല്ല ഹെവി സൈസും ആയിട്ടുണ്ട്. കണ്ടോ ചേഞ്ച് ഉണ്ടോ. വെയിനൊക്കെ നല്ല അത്യാവശ്യം വിസിബിൾ ആയിട്ടുണ്ട് നാച്ചുറലായിട്ട്. തോന്നുന്നു ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഹെൽത്തി. ഇനി എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലീൻ ബോഡിയും അല്ല, ഒത്തിരി അങ്ങ് ബൾക്ക് ബോഡിയും അല്ല, മീഡിയം സൈസ് ബോഡി ടൈപ്പാണ് എൻ്റെ. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ലീൻ ബോഡി ആണോ എന്ന് ചോദിച്ചാൽ അതും ആക്കാം, ബൾക്ക് ബോഡി ആക്കാൻ പറ്റുമോ അതും ആക്കാം. അപ്പോൾ നോർമൽ ഹെൽത്തി ബോഡി ഇതാണ്. അതായത് ഞാൻ നല്ല രീതിയിലെല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ചാലും പ്രോട്ടീനൊക്കെ കഴിച്ചാൽ ഈ രീതി ഇരിക്കും. ഇതുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയർ ചെയ്യുക. പ്രോട്ടീൻ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 3779 രൂപയാണ് അതിൻ്റെ വില. അടിപൊളി ബോഡിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തൊരു അടിപൊളി പ്രോട്ടീൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. ബൈ ബൈ.